2 കപ്പ് അരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം വാങ്ങിനി. അപ്പം അത് ഇതുവരെ ഞാൻ അതിൽ ചുട്ടിട്ടില്ല. അതുകൊണ്ട് 1.5 കപ്പ് മതി കേട്ടോ. അപ്പം ഞാൻ കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 4 മണിക്കൂർ ഞാൻ കഴുകിയിട്ട് കുതിരാൻ വെക്കുന്നുണ്ട് കേട്ടോ. കുതിർന്നിട്ടാകുമ്പോൾ ഞാൻ കാണിക്കാം നിങ്ങളെ. ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിയിട്ട് എടുത്ത അരി കുതിർന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല പാങ്ങിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിൽ ചേർക്കേണ്ടത് ഞാനൊരു നേന്ത്രപ്പഴമാണ് എടുത്തത് കേട്ടോ. ഞാനൊരു നേന്ത്രപ്പഴം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറുപഴവും കൂട്ടാം, അതിനും കൂട്ടുന്നതിന് ഇതൊന്നും കുറവില്ല. അത് നല്ല ഇതായിട്ട് കിട്ടും. നമ്മളെടുത്തിനത് നേന്ത്രപ്പഴമാണ് കേട്ടോ. നമ്മൾ ഒരു നേന്ത്രപ്പഴം മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറുപഴമാണ് നല്ലത്, നമുക്കത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നേന്ത്രപ്പഴം എടുത്തതാണ്. പിന്നെ ശർക്കര 2 അച്ച് മതി, 3 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എള്ള്, പിന്നെ തേങ്ങ കൊത്തും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ തേങ്ങ ചേർക്കുന്നില്ല, ഈ പഴം മാത്രമേ ചേർക്കുന്നില്ല കേട്ടോ ഉണ്ണിയപ്പത്തിൽ. തേങ്ങയും കൂടി ചരിയിട്ട് ചേർക്കാം, പക്ഷെ ഞാനിത് ചേർക്കുന്നില്ല. ഞാൻ ഈ നേന്ത്രപ്പഴം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഉണ്ണിയപ്പം. അപ്പം ഞാനിത് അരച്ചിട്ട് വരാം. കുറച്ച് എള്ള് ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഉണ്ണിയപ്പത്തിന്. തേങ്ങ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിനി, തേങ്ങ കൊത്തിടുന്നുണ്ട് കുറച്ച്. ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മളെ ഉണ്ണിയപ്പം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കട്ടൻ ചായ കൊണ്ട് ഒരു ഉണ്ണിയപ്പം ചുട്ടിട്ട് ആയി. നമ്മൾ വൈകുന്നേരം ചായക്ക് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മോളും വന്നിട്ടുണ്ടായിനി. അതുകൊണ്ട് ഞാൻ ഉണ്ണിയപ്പം ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ഇതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഉണ്ണിയപ്പം അല്ലേ, നിങ്ങളും ഉണ്ടാക്കി നോക്ക് കേട്ടോ. ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, തേങ്ങ ചേർത്തിട്ടില്ല. പിന്നെ തേങ്ങ മുറിച്ചിട്ട് വറുത്തിട്ടത് അത് മാത്രമാണ് കേട്ടോ. വെള്ളം തേങ്ങ കൊത്തും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. ഇത്രയാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ ചെറിയ കൊച്ചു വീഡിയോ. വീണ്ടും നാളെ ഒരു വീഡിയോ ആയി കാണാം.